എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ 9ാം ക്ലാസ്സിലെ സമവാക്യ ജോഡികൾ അഥവാ പെയർ ഓഫ് ഇക്വേഷൻസ് എന്ന പാഠഭാഗത്ത് നിന്ന് ടെക്സ്റ്റ് ബുക്കിലെ 42ാമത്തെ പേജിലെ 2ാമത്തെ ചോദ്യമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ചോദ്യം ഇതാണ്: ഒരു ചതുരത്തിൻ്റെ നീളം വീതിയേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. അതിൻ്റെ പരപ്പളവ് 3/4 ചതുരശ്ര മീറ്റർ, 3.25 ചതുരശ്ര മീറ്റർ. നീളവും വീതിയും എത്രയാണ്? ദ ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 1 മീറ്റർ മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത്. ഇറ്റ്സ് ഏരിയ ഈസ് 3 and 3/4 സ്ക്വയർ മീറ്റേഴ്സ്. വാട്ട് ആർ ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്? ചോദ്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കട്ടെ. അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ആൻസർ ചെയ്തു നോക്കാം. അപ്പോൾ നമുക്കറിയാം, നീളവും വീതിയും നമുക്ക് 2 ചരങ്ങളായിട്ട് എടുക്കണം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ലെങ്ത് ആയിട്ട് എടുക്കുക, വൈ എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കുക, അല്ലേ? 2 മാറി മാറി എടുക്കുക, അല്ലേ? ഓക്കെ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലെങ്ത് ഈസ് 1 മീറ്റർ മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത്. നീളം വീതിയേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. നീളം ഏതാണ്? എക്സ് ആണ്, അല്ലേ? വീതി വൈ ആണ്. അപ്പോൾ ഈ നീളമായിട്ടുള്ള എക്സ് എന്ന് പറയുന്നത് വൈയിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു സമവാക്യം കിട്ടാനുള്ള ചാൻസായി, അല്ലേ? എക്സ് സമം എന്ന് പറയാം വൈ പ്ലസ് 1 എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ നീളവും വീതിയും തമ്മിലുള്ള വ്യത്യാസം 1 അല്ലേ? നീളവും വീതിയും തമ്മിലുള്ള വ്യത്യാസം 1. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇങ്ങനെ എഴുതാം: എക്സ് മൈനസ് വൈ സമം 1 എന്ന് എഴുതാം. ഓക്കെ. ഇതിനെ നമുക്ക് 1ാമത്തെ സമവാക്യമായിട്ട് എടുക്കുക. 1ാമത്തെ സമവാക്യം. ഇനി അടുത്ത കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് ആലോചിച്ചേ. ഏരിയ എന്ന് പറയുന്നത് 3 and 3/4 ആണ്, 3.25 അല്ലേ? ഈ ഭിന്നത്തെ നമുക്ക് മാറ്റി എഴുതാൻ നിങ്ങൾക്കറിയാം, അല്ലേ? ഇതിനെ 15 12 + 3 15/4 എന്ന് എഴുതാം. അത് നിങ്ങൾക്കറിയാവുന്നതാണ്, അല്ലേ? ഇനി ഏരിയ എങ്ങനെയാണ് കാണണേ? റെക്റ്റാങ്കിൾ അല്ലേ? ഏരിയ എങ്ങനെ കാണണേ? എക്സ് ഇൻറ്റു വൈ. അപ്പോൾ എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ ഈസ് ഈക്വൽ ടു 15/4 എന്ന് കിട്ടി, അല്ലേ? അപ്പം നമ്മുടെ സമവാക്യത്തിനൊരു ചെറിയ പ്രശ്നം തോന്നുന്നുണ്ട്, അല്ലേ? എക്സ് മൈനസ് വൈ സമം 1 അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ 2x + 3y ഈ രൂപത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനറിയാം. ഇവിടെ എക്സ് ഇൻറ്റു വൈ ആണ് വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് എക്സ് മൈനസ് വൈ 1 എക്സ് വൈ 15/4 ആണെന്നറിയാം. നമ്മൾ 8ാം ക്ലാസ്സിൽ സമവാക്യങ്ങൾ, അല്ലേ, സർവസമവാക്യങ്ങൾ എന്ന ഭാഗത്ത് ഇതെല്ലാം ഒന്ന് പറഞ്ഞു പോയിരിക്കുന്നതാണ്. നമുക്ക് അറിയാം, എക്സ് പ്ലസ് വൈയുടെ വർഗം എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈയുടെ വർഗത്തിൻ്റെ കൂടെ 4xy കൂട്ടുന്നതാണ്. എക്സ് പ്ലസ് വൈയുടെ വർഗം എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈയുടെ വർഗത്തിൻ്റെ കൂടെ 4xy കൂട്ടുന്നതാണ്, അല്ലേ? എക്സ് മൈനസ് വൈയുടെ വർഗം എത്രയാണ്? x² - 2xy + y². -2xyയും + 4xyയും കൂടെ +2xy ആവും. അതാണ് നമ്മുടെ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അടുത്ത ഒരു സമവാക്യം കൂടി ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് എക്സ് മൈനസ് വൈയുടെ വില അറിയാം, എക്സ് വൈയുടെ വിലയും അറിയാം. അപ്പോൾ എക്സ് മൈനസ് വൈയുടെ വില എന്താണ്? 1. 1ൻ്റെ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എക്സ് വൈ നമുക്കറിയാം 15/4. 4 4 ക്യാൻസലായി പോവും, അല്ലേ? ഈ 4 4 ക്യാൻസലായി പോവും. നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈയുടെ വർഗം എന്ന് പറയുന്നത് എത്രയായിട്ടാണ് കിട്ടുന്നത്? 15ഉം 1ഉം. ഇവിടെ ഒരു 1ഉണ്ട്, ഇത് കട്ടാവുമ്പോൾ 15, 1ഉം 15ഉം കൂടെ കൂട്ടുമ്പോൾ 16 എക്സ് പ്ലസ് വൈയുടെ വർഗം എന്ന് പറയുന്നത് 16. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? 16ൻ്റെ വർഗ്ഗമൂലം √16 എത്രയാണ്? 4. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 4 എന്ന് കിട്ടി. ഇത് നമ്മുടെ രണ്ടാമത്തെ സമവാക്യം.
ഓക്കെ, ഇപ്പം എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും അറിയാമെങ്കിൽ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം വെച്ചിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാം അല്ലേ. എക്സ് കാണണമെങ്കിൽ രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുക, വൈ കാണണമെങ്കിലോ രണ്ടും കൂടെ കുറച്ചിട്ട് പകുതി എടുക്കുക, അങ്ങനെ ചെയ്യാം. ഏതാ അല്ലേ, 1ഉം 4ഉം കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുമ്പോൾ എക്സും 4ൽ നിന്ന് 1 കുറച്ചിട്ട് പകുതി എടുക്കുമ്പോൾ വൈയും കിട്ടും. അങ്ങനെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് 2 സമവാക്യങ്ങളും ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വൈ ഒഴിവാക്കി കളയാം അല്ലേ. എക്സും കളയാം വൈയും കളയാം അല്ലേ. അപ്പോൾ നമുക്ക് വൈ ഒഴിവാക്കി കളയാം. അതിനുവേണ്ടി 1ാമത്തെ സമവാക്യവും 2ാമത്തെ സമവാക്യവും കൂടെ ഒന്ന് കൂട്ടുകയാണ്. 1 + 2. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി എക്സ് മൈനസ് വൈ സമം 1, എക്സ് പ്ലസ് വൈ സമം 4. ഇത് കൂട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, എക്സും എക്സും കൂടെ 2x ആവും, വൈ ക്യാൻസലായി, 1ഉം 4ഉം 5ആയി. അപ്പോൾ 2x എന്ന് പറയുന്നത് 5ആണ്. അപ്പോൾ 1x എന്ന് പറയുന്നത് 5ൻ്റെ പകുതി 5/2 എന്ന് എഴുതിയാലും മതി. അതിന് 2.5 എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലേ. 5/2 ആണിതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി അപ്പോൾ എക്സ് കിട്ടിക്കഴിഞ്ഞു. വൈ കിട്ടാൻ വേണ്ടി നമുക്ക് 1ാമത്തതിലോ 2ാമത്തതിലോ ഏതെങ്കിലും ഒരു സമവാക്യത്തിൽ വില കൊടുക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് എളുപ്പത്തിൽ 2ാമത്തതിൽ കൊടുക്കാം. 2ാമത്തതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, 5/2 + y എന്ന് പറയുന്നത് 4ആണ്. 5/2 + y എന്ന് പറയുന്നത് 4ആണ്. അപ്പോൾ y എന്ന് പറയുന്നത് 4ൽ നിന്ന് 5/2 കുറയ്ക്കുന്നു. അപ്പോൾ 4 2 8ൽ നിന്ന് 5 പോയാൽ 3/2, അല്ലെങ്കിൽ 4ൽ നിന്ന് 2.5 കുറയ്ക്കുന്നു. അപ്പോഴും നമുക്ക് 1.5 എന്ന് കിട്ടും. നമ്മൾ ചെയ്തത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ടേ നമുക്കൊരു കാര്യം ചെയ്യാം. എക്സിൻ്റെ വില 5/2, വൈയുടെ വില 3/2. ഒന്ന് ഗുണിച്ചു നോക്കിയേ, എത്രയാണ്? 15/4. ശരിയായി, ഏരിയ ശരിയായി. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം ശരിയായി എന്ന് നമുക്ക് ഇങ്ങനെ ഉറപ്പിക്കാം എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.